Hello everybody, നമസ്കാരം and welcome back to എൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ ഓർത്തായിരുന്നു ഇന്നത്തെ വേണ്ടി ഡയറി എൻട്രി ഞാൻ മലയാളത്തിനകത്ത് ചെയ്യാൻ നോക്കാൻ പോവാം. എൻ്റെ മലയാളം അത്രയും നല്ലതല്ല, പക്ഷെ ഞാൻ ഓർത്തു എനിവേ ചുമ്മാതെ ശ്രമിക്കാമെന്ന്. സോ അതാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനിപ്പം കുളിക്കാൻ പോകുമായിരുന്നു. എൻ്റെ മുടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചു. ജസ്റ്റ് ഒരു 30 മിനിറ്റ് ഇതിൽ എൻ്റെ മുടിയിൽ ഇച്ചിരി എണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പോകുമായിരുന്നു. സോ ഞാൻ ഓർത്തായിരുന്നു എനിവേ എനിക്ക് ഇന്ന് ഫിലിം ചെയ്യണമായിരുന്നു. സോ ഞാൻ ഓർത്തു ക്യാമറ എടുത്തിട്ട് മലയാളത്തിനകത്ത് സംസാരിക്കാമെന്ന്. സോ ഞാൻ നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് വെളിച്ചെണ്ണ എൻ്റെ മുടിയിൽ പുരട്ടി. സോ ദാറ്റ് വേ എനിക്ക് നല്ലതായിട്ട് നീളം കിട്ടും. എന്നാൽ എനിക്കും എൻ്റെ മുടിക്ക് വേണ്ടി ചൂട് ശക്തി കിട്ടാൻ ചൂട് നല്ല കറുത്ത മുടി കിട്ടാൻ അറിവുണ്ടോ, അതാണോ വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണയുടെ പർപ്പസ്. ബട്ട് അത് ഞാൻ ചെയ്യാൻ ഞാൻ നോക്കി. സോ എണ്ണ പുരട്ടിയിട്ട് ഞാനിവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ ചെറിയൊരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ദെൻ ഞാൻ എൻ്റെ റെസ്റ്റഡായി വീക്കെൻഡ് വേണ്ടി പ്ലാനറും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. സോ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേഗം വരാം. ഓക്കെ, സോ ഞാൻ ഫൈനലി ഒന്ന് കുളിച്ച് കഴിഞ്ഞു. എൻ്റെ മുഖത്തേക്ക് ഞാൻ ഇച്ചിരി വൈറ്റമിൻ ഇ ഓയിൽ പുരട്ടാൻ പോവാണ്. ഇതിൽ ഞാൻ ഇച്ചിരി കൂടിയിടും, ബിക്കോസ് ഞാനിപ്പം ഫേസ് മസാജ് ഇപ്പം ചെയ്യാൻ പോവാണ്. എൻ്റെ മുഖത്തേലും കറുത്തേലും നല്ലതായിട്ട് എണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം വെച്ചിട്ട് എൻ്റെ ഫേസിൽ നല്ലതായിട്ട് മസാജ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പേര് ടെക്നിക്കിൻ്റെ പേര് ഗുവാഷ ആണ്, പക്ഷേ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ ഈ കയറി ആമസോണിൽ എവിടെയെങ്കിലും കിട്ടാം, വാൾമാർട്ടിനകത്ത് കിട്ടാം, ഏതെങ്കിലും കടയിനകത്ത് ഈ സാധനം കിട്ടാം. ഈ നല്ല നീണ്ട സൈഡ് വെച്ച് ഞാനിങ്ങനെ നല്ലതായിട്ട് നമ്മളുടെ മുഖത്തിൽ ഇച്ചിരി ഡ്രൈനേജ് കൊടുക്കാൻ പോവാണ്. സോ നല്ല ഷേപ്പിനകത്തിരിക്കും. ഇതും പറഞ്ഞാൽ നല്ലതായിട്ട് കൺസിസ്റ്റൻ്റ് ചെയ്യണം ഒരു റിസൾട്ട് കാണാൻ. ഈവൻ ഞാനിപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊരു 10 പ്രാവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്കും കാണാം എന്താണെന്ന് അതിൻ്റെ ഡിഫറൻസ്. ഞാൻ മിററിൽ നോക്കിക്കൊണ്ട് ചെയ്യാൻ പോകണം. Then മറ്റേ സൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഇച്ചിരി ഒരു ചുമന്ന കളറാകും, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ആ കളറായിട്ട് മാറും. നമ്മുടെ മുഖം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പുൾ ചെയ്യുന്ന പോലെ. എൻ്റെ ഡിസ്ക്രിപ്ഷൻ അത്രയും നല്ലതാണോ എന്ന്, പക്ഷെ അതിനാണ് ഞാൻ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതിനാണ് ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് എണ്ണ പുരട്ടുന്നത്. സോ ദാറ്റ് വേ ഈ സാധനം വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്, ചൂട് സ്മൂത്താണ് ഇതെല്ലാം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട്
ഈ സാധനം ഞാൻ എൻ്റെ കണ്ണിനകത്ത് ഒരിക്കും. ഏതായാലും ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കാം. പക്ഷേ ഞാനിത് ഉപയോഗിക്കുന്നത് ബിക്കോസ് ഞാൻ ജോലിനകത്ത് കമ്പ്യൂട്ടറിനകത്തല്ലേ നോക്കുന്നത്. ഒത്തിരി നേരം പക്ഷേ ഒരു നല്ല 8 മണിക്കൂർ കമ്പ്യൂട്ടറിനകത്ത് നോക്കിയിരിക്കുമ്പോൾ കണ്ണിനും ഇച്ചിരി ഒരു റെസ്റ്റും ഇച്ചിരി ഒരു സുഖമായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇതാണ് ഒരിക്കുന്നത്. എൻ്റെ വലത്തെ കണ്ണിനകത്ത് 2 ഡ്രോപ്പ് ഇടും. എൻ്റെ മറ്റേ കണ്ണിനകത്തും ചെയ്യും. എനിക്കറിയത്തില്ല ആ ഡയറക്ഷൻ റൈറ്റ് ആണോ ഞാനിപ്പം പറഞ്ഞതെന്ന്. പക്ഷേ 2 കണ്ണിനകത്ത് ഡ്രോപ്സ് ഇടും. 2 ഇവിടെ. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഞാൻ കണ്ണിങ്ങോട്ടും അങ്ങോട്ടും ഉരുട്ടും. ഉരുട്ടും നല്ല, പക്ഷേ കണ്ണിങ്ങോട്ടും അങ്ങോട്ടും ചെയ്യും. സോ ഈ സാധനം നല്ലതായിട്ട് ഹോൾ ഐബോളയിൽ ഇങ്ങനെ കോട്ട് ചെയ്യും. നല്ല റിലീഫാണ്, എസ്പെഷ്യലി നമ്മൾ ഉറങ്ങുന്ന മുമ്പ്. എന്നാൽ ഞാൻ മുഖേലും നല്ലതായിട്ട് ഇങ്ങനെ ഒരു 5 പ്രാവശ്യം നല്ലതായിട്ട് നമ്മുടെ നോസ് ബ്രിഡ്ജിന് വേണ്ടി ഒരു മസാജ് കൊടുക്കും. ആൻഡ് ദെൻ ഈ സാധനമാണ് ഞാൻ എൻ്റെ മുടിയുടെ റൂട്ടിൽ ഇടുന്നത്. ജസ്റ്റ് എനിക്ക് ഒരു ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഞാനിത് ഇപ്പോൾ ഇടുന്നത്. മെയിൻലി ഇതൊരു സ്കാൽപ്പ് സീറം പോലെ ഇങ്ങനെ മുടിയെ എൻകറേജ് ചെയ്യാൻ, ഇങ്ങനെ ഗ്രോ ചെയ്യാൻ. അപ്പം എൻ്റെ കയ്യിലും എണ്ണ പുരട്ടി ഓടിച്ചോട് പാടും തുറക്കാൻ. ഈ സാധനത്തേലും നമ്മൾ നല്ലതായിട്ട് നിൽക്കും. ദെൻ ഈ സിറിഞ്ചിനകത്ത് പ്രോഡക്റ്റ് എല്ലാം ഫിൽ ചെയ്യും. എന്നാൽ ഞാൻ എൻ്റെ മുടി ക്ലിപ്പ് ചെയ്യുന്ന മാറും. നല്ലതായിട്ട് എല്ലാം കുളിച്ചു. എന്നാൽ എൻ്റെയിലും ഒരു കണ്ടീഷണർ പോലെ ഒരു സാധനം ഇട്ടു. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മളുടെ റൂട്ടിലും ഈ സൈഡിനകത്തും നല്ലതായിട്ട് ഇങ്ങനെ ഡ്രോപ്പ് അടിച്ച് ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കും. ഈ ഭാഗത്തിനകത്താണ് ഞാൻ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുന്നത്. ഈ ലൈക്ക് ഫോർഹെഡിൻ്റെ സൈഡിൽ. എനിക്ക് അവിടെ മുടി പോകാതെ ഇരിക്കണം. ഇവിടെ ഇപ്പം ചെറിയ തണുപ്പുണ്ട്, ചെറിയൊരു ചൂടുണ്ട്. അതിന് വേണ്ടിയാണ് ഞാനൊരു ചുമ്മാ കോട്ടൺ ഷർട്ട് പോലെ ഇട്ട് ഇതിലൊരു ഗ്രേ ഷോർട്ട്. സോ ഇത് വെച്ചിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യും. ആൻഡ് ദെൻ കുറച്ചുകൂടെ എടുത്തിട്ട് ഞാൻ ഏറ്റവും പുറകിലത്തെ ഭാഗത്തിൽ ഞാൻ ഇടും. ആൻഡ് ദെൻ ഒരു ചെറിയ മസാജും എൻ്റെ തലയ്ക്ക് വേണ്ടി കൊടുക്കും. ജസ്റ്റ് ഇപ്പം ഞാൻ ഫിലിം ചെയ്യുവാണെങ്കിൽ ഞാൻ ഇച്ചിരി ചെറുതായിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണാം. പക്ഷെ ഞാൻ നല്ലതായിട്ടൊരു മസാജ് വെച്ചിട്ട് കൊടുക്കും. എന്നാൽ ഈ കണ്ടീഷണർ ഇങ്ങനെ മുടിയിൽ വെക്കുമ്പോൾ നാളെ രാവിലെ എണ്ണയ്ക്കുമ്പോൾ നല്ലൊരു കേർലി ആയിട്ടിരിക്കും. എന്നാൽ ഒത്തിരി ഡ്രൈ ആയിട്ടും ഇരിക്കത്തില്ല. സോ ഇതെല്ലാമാണ് ഞാൻ എൻ്റെ നൈറ്റ് ടൈം റൂട്ടീനകത്ത് ചെയ്യുന്നത്. രാവിലെ ഞാൻ ഓൾറെഡി ബൈബിൾ വായിച്ചായിരുന്നു ഞാൻ എണ്ണയിച്ചപ്പോൾ. സോ ഇപ്പം വൈകിട്ട് ഉറങ്ങുന്ന മുമ്പിൽ ഞാൻ ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ആൻഡ് ദെൻ എൻ്റെ ഒരു ബുക്ക് ഞാനിപ്പം ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും ഒന്ന് വായിക്കാൻ. സോ ഞാൻ വായിക്കുന്ന ദിവസങ്ങളിനകത്ത് ഞാൻ എൻ്റെ പ്ലാനറിനകത്ത് എഴുതി വെക്കും ഞാൻ ഇന്ന് 15 മിനിറ്റ് വായിച്ചെന്ന്. എല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല, ബിക്കോസ് ഇങ്ങനെ ഇങ്ങോട്ടും സാധനങ്ങളും വരും, ഇവൻറ്റ്സും വരും. സോ എല്ലാ ദിവസവും ഞാനിങ്ങനെ കീപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനെ ശ്രമിക്കാനാണ് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയത്. 15 മിനിറ്റ് എല്ലാമായിട്ടൊന്ന് വായിക്കാൻ. അതാവുമ്പോൾ നമ്മുടെ ബ്രെയിനും ഇച്ചിരി ഒരു എക്സർസൈസും കിട്ടും. ഞാനിപ്പം വായിക്കുന്ന ബുക്ക് Inspired by Matt Richel. നല്ലൊരു ബുക്കാണ് വായിക്കുന്നത്. സോ എല്ലാവർക്കും വേണ്ടി ഗുഡ് നൈറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് ഹാഡ് എ നല്ലൊരു ട്യൂസ്ഡേ ദിവസം. ഐ ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ട്യൂസ്ഡേ. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്
subscribe, share, and good night.